സദേൺ പീപ്പിൾസ് പ്രൈഡ് എന്ന ഈ സ്ഥാപനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനത്തിന്റെ ബ്രഹ്മയുഗം മാട്രിക്സിന്റെ എല്ലാവിധ ഓണാശംസകളും. ഈ സ്ഥാപനം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി ജഗദീശനോട് പ്രാർത്ഥിച്ചു. കൊല്ലം ടൗണിലെ 7 ബ്രാഞ്ചസ് മാർക്കറ്റിംഗ് ഹെഡായിരുന്നു. നൗ സദേൺ പീപ്പിൾസ് പ്രൈഡ് പ്രൊഡ്യൂസർ കമ്പനിയിലാണ്. അടുത്തത് ഇത് സജന ഈ ബ്രാഞ്ച് ഹെഡാണ്. ഈ ബ്രാഞ്ചിന്റെ അധിപൻ സജനാണ്. സജന വരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. സജനയുടെ സ്വന്തം സ്ഥലം കൊല്ലമാണ്. ഹസ്ബൻഡിന്റെ പേരാണ് കരുനാഗപ്പള്ളി. പാർവതി ഡെപ്യൂട്ടി ബ്രാഞ്ച് ഹെഡാണ്. പാർവതിയുടെ സ്ഥലം മങ്ങാടാണ്. സന്ധ്യ സ്ഥലം അഷ്ടമുടിയാണ്. അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജറാണ്. ജിമിന MIS കോർഡിനേറ്റർ എന്ന് പറയും, കാരണം അഡ്മിനിസ്ട്രേഷൻ ഹെഡാണ് കൊല്ലം. ജിമിന സ്വന്തം സ്ഥലം കൊല്ലം തന്നെയാണ്. മേവടത്ത് താമസിക്കുന്നു. ഇത്രയാണ് ഞങ്ങളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നീ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് എല്ലാവരെയും അറിയില്ല സാറേ. സോറി, സുധാകരൻ സാറ്, ശ്രീകണ്ഠൻ സാറ്, സ്വാമി സാറ്, ശ്രീകുമാർ സാറ്, മാത്യൂസ് സാറ്. അപ്പൊ അത് ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വേണം ബാക്കിയൊന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. പ്ലീസ് മാഡം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത. ഞങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പരിചയപ്പെടാം. എന്റെ പേര് ശ്രീകണ്ഠൻ നായർ. ഞങ്ങൾക്ക് 3 ആൺമക്കളാണുള്ളത്. ഞങ്ങളെല്ലാം പുറത്താണ്. ഇപ്പൊ ഞങ്ങളിവിടെ ഉണ്ട്. 2 മാസം പോവും. അത് 6 ചെറുമക്കളുണ്ട്. സന്തോഷമായിട്ട് പോകുന്നു. താങ്ക് യു സാർ. സാറ് ശ്രീകണ്ഠൻ നായർ. സാറ് കല്ലുവാതത്തിലാണ് സ്വദേശം. സാറ് NRI ബിസിനസ്മാൻ ആണ്. ഇപ്പൊ മക്കളുടെ ബിസിനസ് തോന്നുന്നു. സാറെ പറ്റി പോയിട്ട് വരും. സൗദി അല്ലേ? ഞാൻ വക്കീലാണ്. പട്ടാമ്പിലാണ് താമസം. ബിനു ബാലൻ നമ്മുടെ നെയ്ബർ ആയിരുന്നു. ഞങ്ങളൊക്കെ അടുത്തടുത്താണ്. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ശ്യാം പ്രകാശ്, അഡ്വക്കേറ്റ് കൊല്ലം. ഞാൻ ബ്രഹ്മയുഗം മാട്രിക്സ് മാനസംസ്കൃത ജില്ലാ വൈസ് ചെയർമാനും ഡിസിറ്റൽ കുടുംബ സമിതി അംഗവും കൂടിയാണ്. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയ കുറേ സിനിമകളൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലിനോടൊപ്പം കുറേ ആർട്ടിസ്റ്റ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന അനുസരിച്ച് കൂടിയാണ്. എല്ലാവർക്കും ഇന്നിങ്ങനെ ഒരു ഓണം സംഘടിപ്പിച്ച പ്രൈഡ് ഈ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനത്തിനും നമ്മുടെ എല്ലാവരുടെ ആശംസയും പ്രാർത്ഥനയും ഉണ്ടാവും. മാസ്ക് ഊരിക്കോ. മാസ്ക് ഊരിയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ സുധാകരൻ എഴുകോട്. ഇവിടെ ഞാൻ എഴുകോട് നാരായണ എക്സമ്മന്റെ. ഞാനൊരു പാവപ്പെട്ടവനാണ്. പിന്നെ ഇദ്ദേഹമാണ് വിളിച്ചത്. കുറെ ഇങ്ങനെ ചെയ്യുന്നു. എനിക്ക് ശേഷം നെടുമ്പത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടില്ല. പവർഫുൾ മാൻ. എല്ലാവരും ഒരു നല്ല ഒരു ക്ലാപ്പ് കൊടുക്കുക. സംസ്ഥാന അദ്ദേഹത്തെ എനിക്കറിയാം. എന്റെ മാപ്പാടായിട്ടുള്ള സുഹൃത്താണ്. മനസ്സിലായത്. ഞാൻ KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അതിനേക്കാൾ എല്ലാം ഉപരി ഞാൻ SC/ST കമ്മീഷൻ മെമ്പറായിരുന്നു. ജഡ്ജി. കേരളം മൊത്തം കറങ്ങാനുള്ള പവർ
നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ശമ്പളം, DA, ഗവൺമെന്റ് വണ്ടി, സർക്കാരിന്റെ വണ്ടി, ചുമന്ന ലൈറ്റിന്റെ വണ്ടി, ചുവന്ന ലൈറ്റിന്റെ വണ്ടി, അങ്ങനെ 6 വർഷം ജഡ്ജിയായി കേരളം മൊത്തം നടന്നു. പക്ഷെ അന്ന് ഞാനൊരു കാര്യം ചെയ്തു, ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്തു. പട്ടികജാതി വിഭാഗക്കാരുടെ നിയമപരമായ അവരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ ജോലി. ആരെങ്കിലും അവർ ദ്രോഹിക്കുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാൻ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ ജോലി. നമ്മുടെ കാലത്തെ ഇപ്പോഴത്തെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും തമ്മിലങ്ങോട്ടും അടിയുമ്പോൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു പോലീസിനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോ പരാതി കൊടുത്താൽ ആ പരാതി അവരുടെ നേതാക്കന്മാർ ആരെങ്കിലും പറയുന്നെങ്കിൽ അതനുസരിച്ചേ അവർ ചെയ്യത്തുള്ളൂ. നിയമപരമായി അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ അവരെല്ലാവരും അത് പട്ടികജാതി വിഭാഗങ്ങളെ അനുകൂലിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഞാൻ എന്നെ ഇദ്ദേഹം വിളിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് എല്ലാം പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടത്തേക്ക് വന്നത്. ഇതിന്റെ സംഘാടക സമിതി ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഞങ്ങളുടെ ചെയർമാൻ ഓൺലൈനിൽ വരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് വിശ്വസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സാറേ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. എന്താ പറയാ, നല്ലൊരു ഓണമായിട്ട് എല്ലാവരും അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് എല്ലാവരും വേണമെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ സർ. യെസ്. സോ ഹാപ്പി ഓണം ടു എവ്രിവൺ. ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളുടെ കൂടെ നിന്നതിനും കൂടെ നടന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇനിയും എന്താ പറയാ, മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇന്നിവിടെ ഒത്തുകൂടിയതിന് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയതിന് ക്ഷമ. പിന്നെ ഇന്നിവിടെ വന്നിരിക്കുന്നതിന് I really thank to everyone and it is a great pleasure for me. ഇത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം സദ്യയുടെ സമയം ആയാലും ഒരു സദ്യ തുടങ്ങാനായിട്ടില്ല. ഇല്ല, തുടങ്ങാം സാറേ. ഇതുപോലെ ഇച്ചിരി ആക്ടിവിറ്റീസ് ഉണ്ട്, എന്നിട്ട് തുടങ്ങാം. ആർക്കും വിശന്നിട്ടില്ല. ശരി 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 ശരി. സോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ എന്റെ കുടുംബത്തിന്റെയും പീപ്പിൾസ് പ്രൈഡ് എന്ന ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതിനോടൊപ്പം ഇന്നത്തെ സദ്യ ഗംഭീരാവട്ടെ. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നതായിട്ട് കാണാം. വളരെ സന്തോഷകരമായ വേദിയിലേക്ക് എനിക്ക് ക്ഷണം കിട്ടുന്ന നന്ദി. സോ ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു എവരിവൺ. ഹാപ്പി ഓണം ടു യു ആൻഡ് യുവർ ഫാമിലി. താങ്ക് യു സാർ. യെസ് സാർ. ഇത് മാറുന്നു സാറേ. ഭാസ്കരൻ എഴുവനാണ് സാർ. കോടതിമത്താണ്. കോടതി ഉദ്യോഗസ്ഥനാണ്. ഞങ്ങൾ കോടതിയിലായിട്ട് ജോലി പെൻഷനായി. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇത്രയും ഫ്രണ്ട്സ് ഇല്ലല്ലോ സാറേ. നമ്മളെ കൊല്ലത്തിന്റെ ഒരു ചിഹ്നമുണ്ട്, അതാ ഉണ്ണികൃഷ്ണൻ, സാറേ. എനിക്ക് ഉണ്ണികൃഷ്ണൻ സാറിന് കൊച്ചി യേശുദാസ്. ഡോക്ടർ ആസാം ഉണ്ണികൃഷ്ണൻ, മ്യൂസിഷ്യനാണ് ബേസിക്കലി. പിന്നെ പിന്നീട് എനിക്ക് ചെന്നൈ സരിഗമ സൂപ്പർ പീസ് ഗാനങ്ങൾ പോകുന്നു. പിന്നെ അല്ലാതെ സരിഗമ മ്യൂസിക്കൽസ് എന്നുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഷോപ്പ് ഉറപ്പാക്കലും. പിന്നെ കൃഷ്ണാസ് മ്യൂസിക്കൽസ് എന്നുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ സംഗീത അക്കാദമിയുടെ കൊല്ലത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ ഞാനാണ്. പിന്നെ അല്ലാതെ ഗാനങ്ങൾ ഓർഗനൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പിന്നെ ജി ദേവരാജ് സാംസ്കാരിക കലാകേന്ദ്രം കൊല്ലത്തെ സാംസ്കാരിക സംഘടന ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മുന്നോട്ടിരിക്കും. എൻ്റെ പേര് മനോജ് ആണ്. കേരള സർവീസിൽ നിന്ന് സർവീസ് നടത്തിയ ഒരാളാണ്. എൻ്റെ പേര് രാജൻ മാറ്റി, ചാത്തന്ന സ്വദേശിയാണ്, മുത്തപ്പട്ടനാണ്. നമ്മുടെ സുധാകരൻ സാർ പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ 20 വർഷം
ചാത്തന്നാണ് SN കോളേജിനടുത്താണ്. ഞങ്ങൾ പരിചയപ്പെടാൻ കാരണം നമ്മുടെ കൊല്ലം BTC എന്ന് പറഞ്ഞൊരു KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം അതിന് ഞങ്ങൾ ഒരു ടൂർ പോയി പരിചയപ്പെട്ടതാണ്. ഒരു 10 ട്രിപ്പ് പോയായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉല്ലാസപ്പുറം കൊല്ലം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. അതിന്റെ സാർ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ഞങ്ങൾ രണ്ടുപേരും അതിന് അഡ്മിനാണ്. ഞങ്ങൾ KSRTC പോകാത്ത സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് ടൂർ കൂട്ടായ്മ അത് ഞങ്ങളൊരു 100-120 ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം ഏകദേശം ഞാനൊരു 40-50 ട്രിപ്പ് പോയി. സാർ അതിൽ കൂടുതൽ പോയി. അങ്ങനെ കൂട്ടായ്മയായിട്ട് സാറുമായിട്ട് നല്ല ബന്ധമായി. അങ്ങനെ സാറ് വിളിച്ചിട്ട് വന്നാണ് ഞങ്ങൾ KSRTC പോകാത്തപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഗോവ, നഗുംബെ, KSRTC വിടാത്ത സ്ഥലങ്ങളിൽ. അങ്ങനെ അടുത്ത ആഴ്ച ഞങ്ങൾ ഒരു തായ്ലൻഡ് ട്രിപ്പ് പോകുന്നു. ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിചയപ്പെട്ട് വന്നതാണ്. സന്തോഷം. നമ്മുടെ ഫംഗ്ഷന് എല്ലാവിധ ആശംസകളും നേർന്നു. ഞാനും അതേപോലെ സുധാകരൻ ചേട്ടന്റെ എന്താണ് അറിയില്ല. അപ്പോൾ ഞങ്ങളത് അറിയാതെ അദ്ദേഹം വിളിച്ചു വന്നു. ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് ഞാൻ പറയുന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ട് സുധാകരൻ സാറും ശ്രീകണ്ഠൻ സാറും എന്ന് പറയുന്നത് കൊല്ലം ബ്രാഞ്ചിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. വൺ ഓഫ് മൈ HNI ക്ലൈൻസ് എന്നല്ല, പക്ഷെ ഈ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന മുമ്പെന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് ഇതുവരെ ഈ രണ്ടുപേരുമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട് തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ തരാൻ പോകുന്നുണ്ട്. ഓക്കെ, ചുമ്മാ പറഞ്ഞു. അതിനുള്ള പ്രായമായ സ്കൂളിലായിരുന്നു. മാഡം വൈഫാണ്. അറിയാം, എനിക്കറിയാം. ബോറടിപ്പിക്കുന്നില്ല. വിശക്കാണോ? വിശക്കിനെ പറയണം. 5 മിനിറ്റ് അത് കുഴപ്പമില്ല. നമ്മളെപ്പോഴും പോവാം, രാവിലെ ആയാലും ഈവനിങ് ആയാലും. സാറേ, ഞങ്ങളുടെ കമ്പനിയുടെ പേര് ഇപ്പോ സതേഷ് പീപ്പിൾസ് പ്രൊഡ്യൂസർ കമ്പനി എന്നാണ് കമ്പനിയുടെ പേര്. ഇപ്പോ നാരായണ സാറിനോടൊന്നും ഞാനിത് പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാല് ഇത് ഈ 1ാം UPA ഗവൺമെന്റ് സമയത്ത് ശ്രീ മൻമോഹൻ സിംഗ് സാറ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സമയത്ത് അദ്ദേഹം ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പഠിച്ച് വിശദമായ റിപ്പോർട്ട് കൊടുത്തതിന്മേൽ അതിലുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിലും, ഇപ്പൊ കേരളത്തിൽ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇഷ്ടംപോലെ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പൊ ഇവിടെ എല്ലാം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അഴിമതി, മെജോറിറ്റി അഴിമതിയാണ്. കാരണം എല്ലാ ബാങ്കുകളും ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. ഏത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എടുത്ത് നോക്കിയാലും അത് ഭരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു ബോർഡ്, ആ ബോർഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പിന്നെ കുറച്ചൊക്കെ BJPയുടെ ഉള്ളൂ. അപ്പോ ഇത് കേരളത്തിൽ മാത്രമല്ല, ആ സമിതിയുടെ റിപ്പോർട്ട് പഠിച്ച കൊടുത്ത റിപ്പോർട്ടിന്മേൽ ഇത് കേരളത്തിൽ മാത്രമല്ല കാരണം ഇന്ത്യയിൽ എടുത്ത് നോക്കുമ്പോഴും സാധാരണ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഗുണമില്ലെന്ന് മനസ്സിലാക്കുകയും അപ്പൊ അതിന് പാരലായിട്ട് എന്ത് വേണം എന്ന് ആലോചിച്ചതിന്റെ ഫലമായിട്ടുള്ളതാണ് ഈ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന, സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് നോക്കുന്ന സൊസൈറ്റികൾ. അതിന്റെ ഉദ്ദേശം പൂർണ്ണമായും താഴേക്കിടയിലുള്ള ആൾക്കാരുടെ ഉന്നമനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് ലോൺസ് കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു പ്രപ്പോസൽ ആ കമ്മീഷൻ കൊടുത്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഗവൺമെന്റോ അതിനുശേഷം എഗെയിൻ പിന്നെയും അദ്ദേഹം തന്നെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന് 5 years ഉണ്ടായിരുന്നു. അവിടെയും ഇത് കുറെ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈസൻസ് ഇഷ്യൂ ചെയ്തെങ്കിലും ഇത് ആക്റ്റീവായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലായിരുന്നു. ശ്രീ നരേന്ദ്രമോദി സർ അവരുടെ ഫസ്റ്റ് ഗവൺമെന്റിന്റെ സമയത്താണ് അവരിത് പൊടി തട്ടിയെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്തു. അതിന് അവര് കോപ്പറേറ്റീവ് മിനിസ്ട്രിയുടെ അണ്ടറിൽ ഇതിനെക്കുറിച്ച് ഇതിലൊരു വൈല ഉണ്ടാക്കുകയും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുകയും അവര് അതിന്മേൽ ലൈസൻസ് കൊടുത്തതും പുതിയ ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യാനും തുടങ്ങി. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മാത്രമേ ഞാൻ പറയാം. ഒരു കാരണവശാലും
ഇങ്ങനെ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പാടില്ല. അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് പ്യൂർലി ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നവരായിരിക്കണം. അപ്പൊ ഒരു സംശയം തോന്നും, അതെങ്ങനെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ആർക്ക് വേണമെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. സെൻട്രൽ ഗവൺമെന്റ് കോപ്പറേറ്റീവ് മിനിസ്ട്രിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. അത് കൊടുക്കുന്നപ്പോ അതിന് കുറെ വൈലാസ് ഉണ്ട്. ഇത്ര കോടി രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാവണം, ഇത്ര കാര്യങ്ങൾ ഉണ്ടാവണം. അതിൽ മേജറായിട്ട് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരുണ്ടോ അവരുടെ ഫുൾ റെസീപ്റ്റും ബയോഡാറ്റാസ് ആണ് അവിടെ നമ്മൾ ഹാജരാക്കുന്നത്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന് സാധ്യമായ എല്ലാ വഴികളിലൂടെയും ഇവരെ കുറിച്ച് വ്യക്തമായിട്ടുള്ള എൻക്വയറി നടത്തുകയും ആ കുടുംബത്തിലെ എവിടെയെങ്കിലും പോലും ഒരു ക്രിമിനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളിനെ ആ ബോർഡിൽ എടുത്തു പോലും ചെയ്യില്ല. സ്ട്രിക്ട്ലി ഇത് മാറി മാറി വരുന്ന ഗവൺമെന്റ് ആയിരിക്കാം, പക്ഷേ റൂൾസ് ഒന്ന് തന്നെയാണ്. പിന്നെ അതിന് അമെന്റ്മെന്റുകൾ ഭാവിയിൽ വന്നുകൂടാതില്ല, വരും. അപ്പൊ അങ്ങനെയുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഞങ്ങളായാലും ഈ CFC ആയാലും വിന്നേഴ്സ് റോയൽ വർഷ ആയാലും ഭാരത് ലജ്ജിനായാലും ഇതുപോലുള്ള സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ നിയന്ത്രിക്കുന്നത്. അതിന് പ്രകാരമാണ് ഞങ്ങളുടെ ചെയർമാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച് ശ്രീ സൂര്യ സാറ് ഞങ്ങളുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. ഇതില് ഞങ്ങൾ ഇത്രയും ഞങ്ങളുടെ ആക്ടിവിറ്റിയിലേക്ക് വരാം. ഞങ്ങളിപ്പോ പ്രവർത്തനം ആരംഭിച്ചിട്ട് നിയർ ബൈ 1 year ആയി. ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഫസ്റ്റ് ഇയർ സെലിബ്രേഷൻ ആണ്. ഞങ്ങളുടെ ലൈസൻസ് ആയിട്ട് 7 കൊല്ലമായി, പക്ഷെ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോഴാണ് സംഭവിച്ചത്. അപ്പോ മേജറായിട്ട് ഞങ്ങൾ ഇപ്പോ പ്രവർത്തിക്കുന്നത് ട്രിവാൻഡ്രത്ത് 2 ബ്രാഞ്ചസ് ഉണ്ട്, കൊല്ലത്ത് ഇവിടെ ഉണ്ട്, കരുനാഗപ്പള്ളി ഇമ്മീഡിയറ്റ് അടുത്ത മാസം ഓപ്പണിംഗ് ആണ്, തിരുവല്ല നെക്സ്റ്റ് കരുനാഗപ്പള്ളി തിരുവല്ല ഒരുമിച്ചാണ് ഓപ്പണിംഗ്, കോട്ടയം, എറണാകുളം എളപ്പള്ളി HO അവിടെയാണ്, അത് കഴിഞ്ഞാല് തൃശ്ശൂര്, അത് കഴിഞ്ഞാല് കാലിക്കറ്റ്, കണ്ണൂർ, ഇത്രയും സ്ഥലത്താണ് ഇപ്പോ പ്രവർത്തനം ഉള്ളതും ഉടനെ ആരംഭിക്കാൻ പോകുന്നതുമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങൾ പ്യൂർലി നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തരുന്ന ഫണ്ട് അതിന് ഞങ്ങൾ 12.5% നോർമൽ സിറ്റിസനും 13% സീനിയർ സിറ്റിസനും 1 ഇയറിലേക്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. അതേ ഫണ്ട് 10 ലക്ഷം രൂപ ഇപ്പോ സുധാകരൻ സാർ ഞങ്ങൾക്ക് തരുവാണെന്നുണ്ടെങ്കിൽ സാറിന് അതിലുള്ള പ്രൂഫ് ഞങ്ങൾ കൊടുത്തിട്ട് ആ ഫണ്ട് മേടിച്ച് അതിൽ 2 ലക്ഷം രൂപ സർപ്ലസ് ഫണ്ടായിട്ട് മാറ്റി വെക്കുകയും 8 ലക്ഷം രൂപ അതുപോലെ ലോൺസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 ലക്ഷം രൂപ എന്തിനാണ് സർപ്ലസ് മാറ്റി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ ഇൻ കേസ് ഇവിടെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സുധാകരൻ സാറിന് ഒരു 5 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആവശ്യം വന്നു എന്ന് വെച്ചു, സാറിന് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരാം, ബ്രാഞ്ചിൽ വരാം, ആ ഫണ്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറയാം. സാറ് രാവിലെ ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ വിത്തിൻ 2 hours സാറിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർപ്ലസ് ഫണ്ട് മാറ്റി വെക്കുന്നത്. സോ ബാക്കി 80% ഫണ്ട് 3 ടൈപ്പ് ഓഫ് ലോൺസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മേജർ ലോൺസിലേക്ക് ഒന്നും നമ്മൾ പോവില്ല, വലിയ ചെറിയ ലോൺസാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാല് 1 കോടി രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് ആ ആള് അത് പറ്റാതെ പോയി കഴിഞ്ഞാൽ ആ 1 കോടി നമുക്ക് പോയി. പിന്നെ നമ്മൾ ലീഗൽ ഫോർമാലിറ്റീസിനൊക്കെ പോയി അതിന്റെ പുറകെ നടന്ന് നമുക്ക് ലോസിൽ പോയി അവസാനിക്കും. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് പരിപാടി എന്ന് പറഞ്ഞാല് ഈ 1 കോടി രൂപ ഞങ്ങൾ 1000 പേർക്ക് കൊടുക്കും. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കും. അതിന്റെ റീപേയ്മെന്റ് വരുന്നത് ഡെയിലി ബേസിസ് ഓർ വീക്ക്ലി ബേസിസ് നമുക്ക് റീപേയ്മെന്റ് വരും. അത് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാല് ലോൺ നമ്പർ 1 മൈക്രോ ഫിനാൻസ് 5 പേരുടെ 5 സ്ത്രീകളുടെ പരസ്പര ജാമ്യത്തിൽ കൊടുക്കുന്ന ഒരാൾക്ക് 50,000 രൂപ വെച്ച് 5 പേർക്ക് കൊടുക്കും. 2.5 ലക്ഷം രൂപ ഒരു ഗ്രൂപ്പിന് കൊടുക്കും. പരസ്പര ജാമ്യമാണ്. ഒരാൾ അടച്ചില്ലെങ്കിൽ ബാക്കി 4 പേരും നമുക്ക് തിരിച്ച് അതിന് അടയ്ക്കാനുള്ള ബാധ്യതയുണ്ട്. സോ നമ്മളെ കളക്ഷൻ എക്സിക്യൂട്ടീവ് അവിടെ ചെല്ലുമ്പോൾ എല്ലാ വീക്കിലിയാണ് റീപേയ്മെന്റ്. ഒരാളുടെ കളക്ഷൻ ഇല്ലെങ്കിൽ ആളവിടെ നിന്ന് വരില്ല. അത് അവരെ അത് ബാക്കി 4 പേരും കൂടെ ഷെയർ ചെയ്ത് തന്നേ പറ്റും, അത് അവരുടെ ബാധ്യതയാണ്. സോ അതിനകത്ത് നമുക്കൊരു വരയില്ലാത്ത ഒരു ഫീൽഡാണ് മൈക്രോ ഫിനാൻസ്. NPA എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റേഷ്യോ എടുത്ത് നോക്കിയാൽ ഏത് കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 1% താഴെയാണ്. നിങ്ങളുടെ ഫണ്ട് അവിടെ സേഫ് ആണ്. രണ്ടാമതെന്ന് പറയുന്നത് ബിസിനസ് ലോൺസ് ആണ്, ചെറുകിട വ്യാപാരികൾക്കാണ് കൊടുക്കുന്നത്. അത് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ഇതുപോലുള്ള കടക്കാരൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ബ്ലേഡിന് എടുത്തിട്ടാണ്, ഡെയിലി ചിട്ടി കൊടുത്തിട്ടാ. അപ്പൊ 1 ലക്ഷം രൂപ എടുക്കണമെങ്കിൽ 85,000 രൂപ കൈ തരും, അല്ലെ? 85,000 രൂപ കൈ തരും. നമ്മൾ ഡെയിലി 1000 രൂപ വെച്ചിട്ട് അടയ്ക്കണം, 100 ദിവസം അടയ്ക്കണം. അങ്ങനെയാണത്. ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാല് 1 ഇയർ ടൈം കൊടുക്കും. ചെറിയൊരു എമൗണ്ട് ഡെയിലി പേയ്മെന്റ് വരത്തുള്ളൂ, 300-320 രൂപ വരത്തുള്ളൂ. അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 2 വർഷമെങ്കിലും ആയ കടകൾക്കായിരിക്കണം. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരിക്കണം.
അതിന് പ്രൂഫായിട്ട് നമ്മൾ പഞ്ചായത്ത് ലൈസൻസ് കോർപ്പറേഷൻ ലൈസൻസ് മേടിക്കും പ്രീവിയസ്. അതിന്റെ കൂടെ അവരുടെ സിവിൽ നന്നായിട്ട് ചെക്ക് ചെയ്യും. 650 മാർക്കിന് മുകളിൽ എന്തായാലും സിവിൽ ഉണ്ടാവണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 3 മാസത്തെ ചെക്ക് ചെയ്യും. അതിനകത്ത് വേറെ ചെക്ക് ബൗൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് ഓഫീസർ അവിടെ പോയി ചെക്ക് ചെയ്യും. അതിന്റെ ഇതിൽ മാത്രമേ നമ്മൾ അവർക്ക് ലോൺ കൊടുക്കുള്ളൂ. സോ ഡെയിലി ആണ് അതിന്റെ റീപേയ്മെന്റ്. ഒരു ദിവസം 320-340 രൂപ റീപേയ്മെന്റ് ആണ്. ഒരു ദിവസം ഒരു കസ്റ്റമർ അടച്ചില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ആ ലോൺ ഓഫീസർക്ക് മെസ്സേജ് വരും, ഇന്ന കസ്റ്റമർ അടച്ചിട്ടില്ല എന്നുള്ളത്. ഇമ്മീഡിയറ്റ് ആണ് കസ്റ്റമറെ വിളിക്കാനും പറ്റും. ഒരു ചെറിയ എമൗണ്ടേ വരുള്ളൂ, 320 രൂപ. അത് ഇമ്മീഡിയറ്റ് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അപ്പോഴത്തേനും കടയിൽ കച്ചവടം കഴിക്കണം. അത് ഗൂഗിൾ പേ വഴി നമുക്ക് തരും. സോ അത്രയും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് വിങ് ഉണ്ട്. സോ അവിടെയും നമ്മളുടെ ലോൺസ് സേഫ് ആണ്, മൈക്രോ ഫിനാൻസും ബിസിനസ് ലോണും. മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഗോൾഡ് ലോൺ ആണ്. ഗോൾഡ് ലോൺ നമുക്ക് അതിനകത്ത് ഇത്രയും കമ്പാരിറ്റീവ് കോമ്പറ്റീറ്റേഴ്സ് ഇഷ്ടം പോലുള്ള ഒരു ഫീൽഡാണ്. സോ നമ്മൾ കസ്റ്റമർ ബേസ് കൂട്ടാനും കസ്റ്റമർ സർവീസ് കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഗോൾഡ് ലോൺ വെച്ചേക്കുന്നത്. എല്ലാവരും മേടിക്കുന്ന പോലുള്ള ഇൻട്രസ്റ്റ് ആണ് മേടിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ സെക്യൂർഡ് ലോൺ ആണ്. ഗോൾഡ് മേടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്. 80%, 85% വരെ മാക്സിമം നമ്മൾ ഗോൾഡിന് കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞു, നമ്മൾ ആര് പറഞ്ഞിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ നിങ്ങളുടെ ഫണ്ട് മേടിച്ചാൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി മെയിൻ ആയിട്ടുള്ള കാരണം ഈ ലോൺസിനൊക്കെ 18 മുതൽ 24% വരെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 12%, 13% നമുക്ക് ഉറപ്പായിട്ടും ഇൻട്രസ്റ്റ് തരാൻ പറ്റും. സാറിന് ഏതെങ്കിലും മാസം മുടങ്ങിയിട്ടുണ്ടോ? സാറിനോ? എല്ലാ മാസവും ഫസ്റ്റ് വർക്കിംഗ് ഡേ ഓർ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഹിറ്റ് ദ ഇൻട്രസ്റ്റ് ഇൻ ബാങ്ക്. അതിലൊരു മുടക്കവും വരില്ല. ഇമ്മീഡിയറ്റ് ഇൻ കേസ് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റിസീവ് യുവർ മണി. ആ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വന്നിട്ട് എറണാകുളം എടപ്പള്ളിയിലാണ്. 4 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ജനറൽ മാനേജർ ഉണ്ട്. ഹി ഈസ് കമ്മിങ് ഫ്രോം സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ചെയർമാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഇദ്ദേഹത്തിനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല നമ്മളെ. അല്ല പറയണം, സെൽഫ് ഇൻട്രൊഡ്യൂസ് ബാക്കിയുള്ളവരെ അറിയണ്ടേ. എൻ്റെ ഒരു പ്രതി ഇവിടെ കടപ്പാക്കടയിൽ സ്ത്രീ ശക്തി എന്ന മീറ്റിന് ഇത് മതി. എന്താ സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാം ചെയ്യാൻ നേരത്തെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല. കൊല്ലത്ത് ആര്യാസിനെക്കാളും ഫേമസ് ആയിട്ടുള്ള കൊല്ലത്ത് വെജിറ്റേറിയൻ ഹോട്ടലാണ്. താങ്ക്സ് ഫോർ കമ്മിങ്. ആണെന്നേ, നിങ്ങളെ കാരണം ഞങ്ങൾക്ക് ഇവിടെ വണ്ടി കേട്ടാൻ കഴിയുന്നത്. നിങ്ങളെ കടയിൽ നിന്ന് തിരക്ക് മൊത്തം നമ്മുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പ്രദീപ് സാർ നമ്പർ 1 കാറ്ററിംഗ് ബിസിനസ്സും നമ്പർ 1 ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നേ ഉള്ളു. ഓക്കെ, അപ്പോ ഇത്രയാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കൺസേൺ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഓഫീസേഴ്സ് ഉണ്ട്, അവര് നിങ്ങൾക്ക് അത് കൺസൾട്ട് ചെയ്ത് തരും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഫൈനലി ഐ ഹാവ് മൈ ടീം SPP ഫാമിലി. SPP എന്ന് പറഞ്ഞാൽ സദേൺ പീപ്പിൾസ് റൈറ്റ്. ഞങ്ങള് എല്ലാവിധ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും നന്മയും നിറഞ്ഞ ഒരു നല്ല ഓണം ആശംസിക്കുന്നു. ഇനി സാർ ഒരു 2 ലൈൻ ഒരു ഓണം പാട്ട് ഒന്ന് പാടണം. മാത്യു സാർ അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ആക്ടിവിറ്റി ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഒരു പാട്ട് പാടണം. പാട്ട് പാടണം. ഇരുന്ന് പാടിയാ മതി, എണ്ണിക്കണ്ട. ഇരുന്ന് പാടിയാ മതി. വേണമെങ്കിൽ കോറസ് വേണമെങ്കിൽ മാത്യു ചേട്ടനെ തരാം. മാത്യൂസിനെ തരാം. പാടിക്കോ പാടിക്കോ. ജീവിത സാംസ്കാരിക കലാകേന്ദ്രത്തിന്റെ ലൈഫ് നമ്പർ സാറ് പാടാൻ വരുവാണ്. അപ്പോൾ ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടും മനോഹരം ദൂരെ മാടി വിളിക്കൂ. ഇതാ ഇതാ
ഓണപ്പൂവേ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാറി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. വളരെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള അഭിനയ രംഗത്തോട് ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ബ്രഹ്മയ്ക്കും അദ്ദേഹത്തെ ക്ഷണിച്ചു പാടാൻ. ഭാഷാ സിനിമയുടെ പാട്ട് പാടും. കവിത കവിത വേണ്ട, ഞങ്ങൾക്ക് പാട്ട് പാടിയാൽ മതി. അതൊന്നും വേണ്ട, നിങ്ങളില്ല ഭാഷാ സിനിമയിലെ പാട്ട് പാടിയതാണ്. കളിമാറ്റുറങ്ങിയല്ലോ ഒരു നോക്ക് കാണുവാൻ ആത്മാവുതേങ്ങുന്നു കളിവീറുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്ക് കാണുവാൻ ആത്മാവുതേങ്ങുന്നു താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ പൊന്നും നൽകിയാലേ ഉണരാറുള്ളൂ താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ പൊന്നും നൽകിയാലേ കഥയും കഥയൊന്ന് കേട്ടാലേ മുമ്പോട്ട് ചെല്ലേ ആ പാടിക്കോ അവിടെ നിന്നു. വിരൽ തുമ്പു പിടിച്ചേ നടക്കാറുള്ളൂ പിടഞ്ഞു പോയി എന്റെ ഇടനെഞ്ചിലോർമ്മകൾ തുളുങ്ങിപ്പോയി ഇത്രയായാലുമല്ലേ അവൻ വിലമതിയാത്തുറങ്ങിയല്ലേ എന്റെ എന്റെ കുഞ്ഞമല്ലേ കളിവീറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്ക് കാണാൻ ആത്മാവുതേങ്ങുന്നല്ലോ തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ അറിയില്ല അറിയില്ല നിങ്ങൾക്കെന്റെ അടങ്ങാത്ത ജന്മദുഃഖം. സൗണ്ട് കേൾക്കുന്നില്ല. ഇങ്ങോട്ടാ സെന്റർ വാ. കോറസ് പാടും ഈ പാട്ട് നിങ്ങൾ പാടുന്നില്ലേ? എന്നിരി പാ എന്നിരി സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന് തരാം. ആ ചെന്നും
ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് ആ ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ ഈ വന്ന ബാങ്ക് മാനേജറും പാടണം ഭൂമിയിലല്ലാതെ ആ കൂടെ 3 പേര് കയറി 4 പേര് കയറി ചേച്ചിയും കൂടെ കയറി ചേച്ചി കയറി എല്ലാരും കൂടെ ചേർന്ന് പാടും ഗ്രൂപ്പ് സോങ് ആയിട്ട് പാടിക്കോ നിങ്ങൾ ഇത് ഗ്രൂപ്പ് സോങ് ആയിട്ട് പാടിക്കോ മോളെ ചെല്ല് ഗ്രൂപ്പ് സോങ് ആയിട്ട് പാടും നിങ്ങൾ എല്ലാരും ഗ്രൂപ്പ് സോങ് ആയിട്ട് പാടും വാ എല്ലാരും പാട്ടുകാരികളെല്ലാം വാ ഫ്രണ്ട് വാ ചേച്ചി അത് ഗ്രൂപ്പ് സോങ് ആയിട്ട് പാടിക്കോ വാ ചേച്ചി ഫ്രണ്ടില്ല ഗ്രൂപ്പ് സോങ് ഏത് പാട്ടാന്ന് കൂടെ കൂടിയാ പോരെ അവസാനത്തെ ആഗ്രഹം ചന്ദ്രകളപം കൂടെ പാട് സപ്പോർട്ട് പാട് ചേച്ചി പാട് സപ്പോർട്ടിങ് പാട് വാ ചേച്ചി സപ്പോർട്ട് തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി കേട്ടോ സാറേ ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങളുണ്ടോ സ്വർണ്ണമരാളങ്ങളുണ്ടോ വസുന്ധരേ വസുന്ധരേ മതിയാകും ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ ആഹാ ആഹാ ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരും തൂവൽ കൊടിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഇനിയൊരു ജന്മം സുരഭിയ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ ഈ വന്ന സുരഭിയ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരേ വസുന്ധരേ കൊതി തീരും ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ ആഹാ ആഹാ ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു കൂടി ഇനിയൊരു ജന്മം താരകങ്ങൾ പുഞ്ചരിച്ച നീലരാവിൽ
ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചരിച്ച നീലരാവിൽ നാലു നീലപ്പന്തലിട്ടു വാനിലമ്പിടി നാദസ്വരമേളമിട്ടു പാതിരാക്കിളി നാലു നീലപ്പന്തലിട്ടു വാനിലമ്പിടി നാദസ്വരമേളമിട്ടു പാതിരാക്കിളി ഏകയായി രാഗലോലയായി എന്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു ഏകയായി രാഗലോലയായി എന്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു മുന്നിൽ കുണുങ്ങി നിന്നു ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ താളമാണവൾ ജീവരാഗമാണവൾ താലി ചേർത്ത് ഞാനവൾക്ക് നീലരാവിൽ രാഗമാണവൾ ജീവരാഗമാണവൾ താലി ചേർത്ത് ഞാനവൾക്ക് നീലരാവിൽ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. താങ്ക് യു. ആശ്രാമ ഉണ്ണികൃഷ്ണൻ പുള്ളിക്കാരൻ കൊട്ടിടാൻ എക്സ്പേർട്ടാണ്. കണ്ണടയ്ക്കേണ്ട കാര്യമില്ല, കണ്ണടയ്ക്കാതെ തന്നെ എടുക്കുന്നുണ്ട്. ആ വീഡിയോ ഉണ്ട്. അച്ഛൻ എവിടെ പൊട്ട് വയ്ക്കണമെന്ന് പറയും. എല്ലാം അറിയാം പുള്ളിക്കാരൻ, എല്ലാ നമ്പറാ. എടുക്കുന്നുണ്ട്. ചെല്ല വിട്ടോ, ആളിനെ വിട്ടോ. അതാ ഞാൻ അയച്ചുതരാം. വിട്ടോ, പാട്ട് പാടി അങ്ങ് പൊട്ടിട്. വേറെ ആരുടെ തലയിൽ വെച്ച് കളയില്ലേ, ഇടി കിട്ടും വീട്ടിൽ ചെന്ന. ചെല്ല് ആ ആ ഇട്ടുകൊടു, എവിടെയെങ്കിലും ഇട്ടുകൊടു. ആ ബെസ്റ്റ്. പെണ്ണുമ്പിളെ കണ്ടപ്പോ പേടിച്ച്. ആ പാട്, ആ പാട്ട് പാട്.
നിങ്ങളെ പാട്ട് പാട്. കൈ വിറയ്ക്കുന്നോ? വീട്ടിൽ ചെന്ന ഇടി ഉറപ്പാന്നേ മാറിയിട്ടാ. ആ മിടുക്കൻ മിടുക്കൻ. കൈ വിറയ്ക്കുന്നു കൈ വിറയ്ക്കുന്നു കൈ വിറയ്ക്കുന്നു കൈ വിറയ്ക്കുന്നു. അല്ല അറിയാം വില്ലനാ. ആ എല്ലാവർക്കും പറഞ്ഞു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും അതിലുപരി ഞങ്ങളെ ഇത്രയും നാളും നന്നായിട്ട് അകമഴിച്ച് സഹായിച്ച് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കമ്പനിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ ചെയർമാൻ സംസാരിച്ച പോലെ എല്ലാവർക്കും ഞങ്ങളൊരു ചെറിയ ഒരു ഫീൽസിന്റെ ഒരു ഉപഹാരം എല്ലാവർക്കും നൽകുകയാണ്. അതിനെ ഓരോരുത്തരായിട്ട് ക്ഷണിക്കുന്നു. ആദ്യം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുൻ MLA എഴുകോൺ നാരായണൻ സാറിനെ ക്ഷണിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് ഞാൻ സാറിനെ ഉപഹാരം സ്വീകരിക്കാൻ വിളിക്കുന്നു. കൊടുക്കുന്നതിന് വേണ്ടി എഴുകോൺ നാരായണൻ സാർ. നിങ്ങളൊക്കെ ഇങ്ങോട്ട് നോക്ക്. ബാക്ക് കാണിക്കാതെ ഇങ്ങോട്ട് നോക്ക്. നിങ്ങളൊക്കെ ഫ്രണ്ടിൽ നിന്നില്ലേ? നിങ്ങളെ ചെല്ല് നിങ്ങളെ ചെല്ല് നിങ്ങളെ ബാങ്കില നിങ്ങളെ ചെല്ല് ചേച്ചി ചെല്ല് ചെല്ല്. നിങ്ങളൊക്കെ ബാങ്കിന്റെ ആൾക്കാരല്ലേ? നിങ്ങൾ ചെല്ല്. അടുത്ത പ്രദീപ് സർ കമോ. ഏറ്റവും വലിയ കാറ്ററിംഗിന്റെ കൊല്ലത്ത് ഐക്കോൺ സർ പ്ലീസ്. പേര് ബൈഹാർട്ട് ആയില്ല അതുകൊണ്ടാണ്. രാജേഷ് സാർ കമോ. ആ ഇടയ്ക്ക് ഇങ്ങോട്ട് തിരിയണേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് പിന്നാലെ. എന്റെ സുഹൃത്തെ ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി. ആ ആ എടുക്ക ഞാൻ എടുത്തു തരാം. എന്റെ കൈ കിടപ്പുണ്ട്. ആ ബ്രഹ്മയുഗം ബ്രഹ്മയുഗം വേണ്ട നമ്മളെ ബ്രഹ്മയുഗം ബ്രഹ്മയുഗം എന്നിച്ചിരുന്നില്ല കൂടുന്നില്ല. വാ രണ്ടുപേരും ചെല്ലേ. മാഡം പേടിക്കണേ ധൈര്യമായിട്ട് ചെല്ലേ. രണ്ടുപേരും ചെല്ലേ. മോശമല്ലേ? രണ്ടുപേരും ചെല്ലേ. ബ്രഹ്മയുഗം ബ്രഹ്മയുഗം. ഓക്കെ വെരി ഗുഡ്. എന്നിച്ചില്ലേ നില്ല് നില്ല് നില്ല്. സാറേ ഇടയ്ക്ക് ഇങ്ങനെ തിരിയണേ. സാറേ ഇടയ്ക്ക് ഒന്ന് തിരി. ഇങ്ങോട്ട് പിന്നാലെ തിരി. ഇങ്ങോട്ട് സാറേ ഇങ്ങോട്ട് തിരി. മോന്ന് നാണി. ആ ഓക്കെ ഓക്കെ
ആ കൊല്ലത്തെ യേശുദാസ് തിരിഞ്ഞ കൊല്ലത്തെ യേശുദാസ് ഓ ഇങ്ങോട്ട് തിരി യേശുദാസേ ഇങ്ങോട്ട് തിരി ആ രണ്ടുപേരും നിക്കത്തില്ല നിക്ക് കൂടെ നില്ലേ വൈഫിന്റെ കൂടെ നിക്കാൻ എന്താ പേടി ആ പേടിക്കുന്ന എന്തൊരു ആ കുടുംബം കലക്കി കൊടുത്തല്ല ആ ബ്രഹ്മ മാത്യൂസ് ഇനി സാറിന് ഉപഹാരം കൊടുക്കാനാണ്. അതിനു വേണ്ടിയിട്ട് സുധാകരൻ സാറെ ക്ഷണിക്കും. മാസ്ക് ഒന്നും വേണ്ട സാറ് വേടിയില്ലേ? ആ ഓക്കെ. ഓക്കെ അപ്പോ സമയം എത്രയായി? 3 മണി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ വന്നതിനും ഉപഹാരം സ്വീകരിച്ചതിനും ഈ ഓണം ഞങ്ങളോടൊപ്പം ആഘോഷിച്ചതിനും അങ്ങേയറ്റം ഒന്നും കൂടെ എല്ലാരും കൂടെ ചേർന്നിട്ട് ഹാപ്പി ഓണം പറയാ. ഹാപ്പി ഓണം അല്ല ഒറ്റ ശബ്ദത്തിൽ പറയാ ഹാപ്പി ഓണം. ഫോട്ടോ എടുക്കാം. എല്ലാവരും ഒന്ന് വന്നാലേ ഹാപ്പി ഓണം എല്ലാരും പറയാം. അവിടെ എല്ലാവരും അവിടെ നിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിൽക്കാം. ബിൽഡിംഗ് ഇടിച്ച് മാറാം. റിലയൻസ് പീപ്പിൾസ് പ്രൈഡിന്റെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അതേപോലെ ഇവിടുത്തെ ജീവനക്കാര്, മാനേജേഴ്സ്, സഹഭാരവാഹികൾക്കെല്ലാം എൻ്റെ ഹൃദയംഗമായ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമായ ഓണാശംസകൾ നേരുന്നു.